സഹിക്കാൻ കഴിയുന്നതല്ല ഈ അപകടമരണം. പടച്ചവൻ ആ മാതാപിതാക്കൾക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ. പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി കുടുംബവുമൊത്ത് ഉല്ലാസയാത്രകളും സംഗമങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് ഒരു നാടിനെ മുഴുവൻ കരയിപ്പിച്ച ആ വാർത്ത വന്നിരിക്കുന്നത്. രണ്ട് പിഞ്ചുമക്കളുടെ നൊന്തു പ്രസവിച്ച മാതാവിൻ്റെ മുന്നിൽ വെച്ചുള്ള അതിദാരുണമായ മരണവാർത്ത. കോഴിക്കോട് നരുക്കിനി പുല്ലാളൂർ സ്വദേശി തച്ചൂർ ലുക്മാനുൽ ഹക്കീം മുഹ്സിന ദമ്പതികളുടെ 7ഉം 4ഉം വയസ്സുള്ള രണ്ടാൺതരികളാണ് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. ഹൈസം മുഹമ്മദ്, ഹാമിസ് മുഹമ്മദ് എന്നീ പേരുള്ള കളിക്കൊഞ്ചലുകൾ വിട്ടുമാറാത്ത ആ പൊന്നുമക്കൾ. ഇന്നലെ ശനിയാഴ്ചയാണ് മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടാകുന്നത്. വർഷങ്ങളായി ഒമാനിലെ കസബിൽ കുടുംബവുമായി കഴിയുന്ന ഒരു ടൂറിസം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലുക്മാനുൽ ഹക്കീം കഴിഞ്ഞ ദിവസം തൻ്റെ കുടുംബത്തെയും കൂട്ടി തൻ്റെ കമ്പനിയുടെ ബോട്ടിൽ തന്നെ ഉല്ലാസയാത്രയ്ക്ക് പോയതായിരുന്നു. കടലിൻ്റെ ആഴങ്ങളിൽ എത്തിയപ്പോൾ അവർ സഞ്ചരിച്ച ആ സ്പീഡ് ബോട്ട് പെട്ടെന്ന് മറിയുകയായിരുന്നു. ഭാര്യ മുഹ്സിനയെ വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും കുട്ടികളെ പെട്ടെന്ന് കണ്ടെത്താനായില്ല. കുറച്ച് സമയത്തിന് ശേഷമാണ് കുട്ടികളെ കണ്ടെത്തുന്നത്. വളരെ വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മാതാപിതാക്കളെ സങ്കടക്കണ്ണീരിലാഴ്ത്തി ആ മക്കൾ നാഥനിലേക്ക് മടങ്ങുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് പൊന്നുമക്കളുടെ മരണം എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? ഇങ്ങനത്തെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മയും മക്കളെയും പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. ആ മാതാപിതാക്കൾക്ക്, ലുക്മാനുൽ ഹക്കീം മുഹ്സിന ദമ്പതികൾക്ക് പടച്ചവൻ വലിയ ക്ഷമ കൊടുക്കട്ടെ.